ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചക്കൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല പഴുത്തിട്ടുള്ള ചക്ക കിട്ടിയിട്ടുണ്ടായിന്. ആ സമയത്ത് വൈകുന്നേരം ചായക്ക് ഇത് പൊരിക്കാലോ എന്ന് കരുതിയിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. എല്ലാവർക്കും ചക്ക ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രവാസികൾക്കൊക്കെ ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ ചക്കക്ക് വലിയ താല്പര്യമായിരിക്കും. സത്യം പറഞ്ഞാൽ ചക്ക എല്ലാവരുടെയും ഒരു ഇഷ്ട വിഭവം തന്നെയാണല്ലേ. അപ്പോൾ എനിക്ക് ഇന്നൊരു ചെറിയ പീസ് ചക്ക കിട്ടിയിട്ടുണ്ട്. താഴ്ന്ന അമ്മായി കൊണ്ട് തന്നതാണ്. അപ്പോൾ ഈ ചക്ക വെച്ചിട്ട് വൈകുന്നേരം ചായക്ക് കടി ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ ഞാനിത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഓരോന്നായിട്ട് അടർത്തി എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഞാൻ ഇത് ക്ലീനാക്കി എടുക്കുമ്പം തന്നെ അതിൻ്റെ പുറത്തുള്ള പാണ്ടയും എല്ലാം ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പണിയല്ലേ. അതുകൊണ്ട് ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നതും കൂടിയുണ്ട്. അപ്പോൾ ഇതാ ഫൈനലി എല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി പണികൾ തയ്യാറാക്കി എടുക്കണം. ആദ്യം തന്നെ ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഞാൻ കുറച്ച് പച്ചരി, ഒരു 1/4 കപ്പോളം പച്ചരി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിന്. അതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് 1/4 കപ്പ് തേങ്ങയും ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി, അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞ കളർ ഉണ്ടാവുമല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, വേണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ കുറച്ച് ഉപ്പ്, 3-4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിട്ടിട്ട് നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുക്കുക. കാരണം നമ്മൾ പച്ചരിയിൽ അരച്ചെടുക്കുമ്പോൾ നമ്മുടെ മാവ് നല്ല ടേസ്റ്റാണ്. നമ്മൾ പൊരിച്ചത് ഏത് പൊരിച്ചതായാലും പഴംപൊരി ആയാലും പച്ചരിയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ബാറ്റർ ഉണ്ടാക്കൽ. പഴം പൊരിക്കുന്നതായാലും ബാക്കി എന്ത് പൊരിക്കുന്നതായാലും ഞാൻ പച്ചരിയും കൂടെ കൂട്ടും. മൈദയിൽ മാത്രമാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പച്ചരി അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ പച്ചരിയും തേങ്ങയും കൂടി എല്ലാം ആക്കിയിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ ബാറ്റർ ഈ കൺസിസ്റ്റൻസിയിലാവണം കേട്ടോ. അധികം ലൂസും അല്ല എന്നാൽ തിക്കും അല്ലാത്ത ഒരു ലെവലിൽ നമുക്ക് ജസ്റ്റ് ഒരു ചക്കൻ്റെ പീസ് എടുത്തിട്ട് മുക്കി നോക്കുമ്പോൾ ഈ ലെവലിൽ കിട്ടണം. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാനേ ഉള്ളൂ. നല്ല സിമ്പിളാണ്. ഈ ചക്കയൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ, അയൽവാസികൾ മുതൽ അടുത്തുള്ള എല്ലാവരും അറിയും. കാരണം ഇത് പൊരിച്ചെടുക്കുമ്പോൾ വേറെന്നൊരു മണമാണ്. ചക്ക പൊരിക്കുന്നുണ്ടെന്ന് നമുക്ക് അടുത്ത് അപ്പുറം പേർക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വരെ മനസ്സിലാവും. കാരണം ചക്കൻ്റെ ഒരു സവിശേഷതയാണ് തോന്നുന്നത്. നമ്മൾ പൊരിക്കുന്നത് വേറെ തന്നെ മനസ്സിലാവും. നല്ലൊരു അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതാ ബാക്കി നമ്മൾ പഴം പൊരിക്കുന്ന പോലെ ഒരു ഭാഗം മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗവും ഗോൾഡൻ കളർ ആകുമ്പോൾ കോരിയെടുക്കുക. ഇതിനിടയിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൺ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതിപ്പോൾ ഒരു ഭാഗം നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി മറുഭാഗം കൂടി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടും എണ്ണയൊന്നും കുടിക്കൂല, എന്നാലും ഇത് നല്ലപോലെ ഒന്ന് പൊങ്ങി വരികയും ചെയ്യും. ഇത് നല്ലൊരു ടേസ്റ്റാണ്. നല്ല പഴുത്ത ചക്കയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇത് അത്ര പഴുപ്പും അത്ര മധുരവും, കുറച്ച് മധുരം കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി മധുരം അധികം നമ്മുടെ ബാറ്ററിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ചക്ക പൊരിച്ചത് കഴിക്കാനുള്ള ആ കൊതിയുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ പൊരിഞ്ഞ് വരുന്നുണ്ട്. കൂടുതൽ കുറച്ച് സമയം അധികം വേണം കേട്ടോ ഇത് പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ, അതായത് നമ്മൾ പഴം പൊരിക്കുന്നതിനേക്കാൾ കൂടുതൽ ടൈം എടുക്കലുണ്ട് ഈ ചക്ക പൊരിച്ചതിന്. അപ്പോൾ ഇതെല്ലാ ഭാഗവും 2 ഭാഗവും നല്ല അടിപൊളിയായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഒട്ടും എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ, അതൊരു പ്രത്യേകത തന്നെയാണ്. എണ്ണയൊന്നും കുടിക്കാത്തൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇനി ഇത് ചൂടോടുകൂടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിതിങ്ങനെ കോരി മാറ്റിയിട്ടുമ്പോൾ എൻ്റെ മോൻ എടുത്തിട്ട് മെല്ലെ മെല്ലെ ഓരോന്നെടുത്ത് തിന്നുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണോ എനിക്ക് ചക്ക. പിന്നെ ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ചക്ക പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. പച്ചരിയിൽ പൊരിച്ചുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ക്രിസ്പിനെസ് ഉണ്ട്. അപ്പോൾ
എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതുണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റ്, പുറത്ത് നല്ല ക്രിസ്പിനെസ് ഉണ്ട്. മൈദയിലാണെങ്കിൽ ഇത്ര ക്രിസ്പിനെസ് ഉണ്ടാവില്ല കേട്ടോ. ഇത് കുറച്ച് അധികം തന്നെ ഉറപ്പുണ്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ.